ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വാർത്ത നഗ്രോത്തയിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായിരിക്കുന്നു. സൈനിക കേന്ദ്രത്തിന് സമീപം ആക്രമണം ഉണ്ടായെന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ഭീകരർക്ക് നേരെ സൈന്യം വെടിയുതിർത്തു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അതായത് ഒരു വശത്ത് പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ മറ്റൊരു വശത്ത് നിന്ന് തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്വാഭാവികമായും തീവ്രവാദി ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം അമർച്ച ചെയ്യും. ആ തരത്തിൽ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ജമ്മു കാശ്മീരിലെ നഗ്രോട്ടയിലാണ് ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ANI റിപ്പോർട്ട് ചെയ്യുന്നത്. ഭീകരർക്ക് നേരെ വെടിയുതിർത്ത് തിരിച്ച് സൈന്യം വെടിയുതിർത്തിട്ടുണ്ട്. ഒരു ജവാന് പരുക്ക് എന്നുള്ള വാർത്തകൾ കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കുറെ കൂടി ആ മേഖലയിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ നഗ്രോട്ട മേഖലയിൽ ഇപ്പോൾ തീവ്രവാദ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ, അതായത് സൈന്യം പിൻവലിയുന്ന ഘട്ടത്തിൽ അവിടേക്ക് തീവ്രവാദികൾ എത്തി ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും അമർച്ച ചെയ്യുന്നതിന് സൈന്യത്തിന് കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്ന തരത്തിൽ സൈനിക നീക്കം ആ മേഖലയിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ആ തരത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജമ്മുവിലും ബാരാമുള്ളയിലും ശ്രീനഗറിലും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലും 11 മണിയോടുകൂടി ഇന്നിപ്പോൾ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക്, നടപടിക്രമം എന്ന നിലയ്ക്ക് ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള മേഖലകളിൽ കൂടി 11 മണിയോടുകൂടി വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.